എന്താ നമ്പ്യാരെ? ആ താൻ വന്നോ? ഞാൻ ഈ ആധാര കടലാസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വാതിലിന്റെ പൂട്ടൊക്കെ തല്ലി പൊളിച്ചിട്ട്? ദാ ഇതെല്ലാം കൂടെ എടുത്ത് ഒരു കെട്ടാക്കി വെക്ക്. ഇത് വേറെ കെട്ട്. ആ എന്നിട്ട് ഞാനിതൊക്കെ എടുത്ത് പുതുശ്ശേരി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാന്ന് വെച്ചു. തന്നെ കൊണ്ട് ഇതെല്ലാം നോക്കി നടത്താനോ മാസപ്പടി പിരിക്കാനോ ഒന്നും പറ്റുന്നില്ല. അതൊക്കെ ദാ ഇനി ഇവൻ നോക്കിക്കൊള്ളു. മുള്ളംകൊല്ലി ചിട്ടി ഫണ്ടിന്റെ പ്രൊപ്പറേറ്റർ മെമ്പർ കുറുപ്പ, പുതുശ്ശേരി ചെറിയ നമ്പ്യാരല്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ട? ടെൻഷൻ ആവല്ലേ കുറിപ്പേ, ഇരിക്കേ പറയാം. മുള്ളംകൊല്ലി ചിറ്റ് ഫണ്ട്സ് ചെറിയ നമ്പ്യാര് വിഴുങ്ങി. താനങ്ങോട്ട് ഇരിക്കേ പറയാം. എടോ, ഈ ആധാരം എന്ന് പറഞ്ഞാൽ എന്താ? ആധാരം എന്ന് പറഞ്ഞാൽ ഒരു പണയ വസ്തു, അതിരുകൾ കാണിക്കുന്ന ഒരു രേഖ. അത് മാത്രം കയ്യിൽ വെച്ചിട്ട് തനിക്ക് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കടം കൊടുക്കുമ്പോ താൻ എന്റെ പേർക്ക് എഴുതി വാങ്ങുന്ന ഒരു കടലാസില്ലേ, പവർ ആന്റണി, പവർ ഓഫ് അറ്റോർണി. ആ കടലാസാണ് കടം കൊടുക്കുന്നയാൾക്ക് പണയ വസ്തുവിന്മേലുള്ള അധികാരം. കടം വാങ്ങിയവരെ ഇറക്കി വിടാം, വസ്തു വിൽക്കാം, വേണമെങ്കിൽ അവിടെ കയറി പൊറുതിയും തുടങ്ങാം. എല്ലാറ്റിനുമുള്ള അധികാരം, പവർ. ഹംസ, നീ ഇതെടുത്തുകൊണ്ട് ജീപ്പിൽ വെക്ക്. എന്നിട്ട് വണ്ടി തന്നെ ഇരുന്നോ, ഞാൻ വരാം. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്പ്യാർ കളിക്കുന്നവനല്ല കളിപ്പിക്കുന്നവനാണെന്ന്. നമ്പ്യാരുടെ കളിയിൽ മെമ്പർ കുറുപ്പിന്റെ പാർട്ട് കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ ശത്രുവായി നമ്പ്യാരുടെ വഴിയിൽ കുറുകെ നിൽക്കാനൊന്നും വന്നേക്കരുത്. ഒരു റീത്ത് കൊണ്ടുവന്ന് ഈ നെഞ്ചത്ത് വെക്കും. എന്നിട്ട് മെമ്പർ കുറുപ്പിന്റെ അകാല വിയോഗം മുള്ളംകൊല്ലിക്ക് ഒരു തീരാ നഷ്ടമാണെന്ന് പ്രസ്താവിക്കും. മനസ്സിലായില്ല. ആരും അറിയാതെ കൊന്നുകളയുന്നു. പവർ ആന്റണി. മുള്ളംകൊല്ലി ദേശത്തിന്റെ അധികാര കസേരയ്ക്ക് ആ വെട്ടിക്കുറിപ്പ് ഒരു പേരിട്ടതാ, പവർ ആന്റണി. സംഗതി പവർ ഓഫ് അറ്റോർണിയാ. ദാ ഈ പെട്ടിക്കകത്ത് അതാ. ഇതിൽ അതിന്റെ ആധാരങ്ങൾ തുണ്ടു തുണ്ടായി ഗോപിനാഥൻ നമ്പ്യാരുടെ പേർക്ക് കുറിപ്പ് എഴുതി വാങ്ങിയ മുള്ളംകൊല്ലി ദേശത്തിന്റെ അടിയാധാരം. മറ്റവന്റെ ജീവിതാഭിലാഷം ഗോപിനാഥൻ നമ്പ്യാരെ തല്ലി തോപ്പിക്കുക എന്നതായിരുന്നു. വേലായുധൻ മണ്ട ശിരോമണി, ഹൃദയം നിറയെ സ്നേഹം, നല്ല കൈക്കരുത്ത്, വേഗത, പാവത്തിനെല്ലാം ഉണ്ട്. പക്ഷെ എന്താ, ബുദ്ധിയില്ല. ഇതിന് ബുദ്ധി എന്നല്ല പറയാ, കുബുദ്ധി. ഇന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. കെട്ടിയോൻ ദുർമരണപ്പെടും എന്ന നിന്റെ ആ ജാതകദോഷമാണല്ലോ എന്നെ ഈ കളി ജയിപ്പിച്ചത്. കുറുപ്പിനും വേലായുധനും മാത്രമല്ല, നിന്റെ അച്ഛൻ നമ്പ്യാർക്കുണ്ടായിരുന്നു ഈ ഗോപി ഒരുക്കിയ കളിയരങ്ങത്തൊരു നല്ല വേഷം, വിദൂഷക വേഷം, ജോക്കർ. നീയാണെന്റെ തുറുപ്പ് ഗുലാൻ. എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് വേലായുധന് ഭയങ്കര സ്നേഹമാ കേട്ടോ. സുനന്ദയെ ഗോപിക്ക് കെട്ടിച്ചു കൊടുക്കരുതെന്ന് നീ അന്ന് ഒരുപാട് പറഞ്ഞതാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയണ്ടെന്ന് അന്ന് നിന്നെ ഞാൻ ശാസിച്ചു. ചില തെറ്റുകള് മാപ്പ് പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. എന്നാലും നീ എന്നോട് പൊറുക്കണം. വല്യമ്പേരെ. ഇല്ലടോ, ഇതും അതുപോലെ എനിക്ക് പറ്റിയ വലിയൊരു തെറ്റാ. വല്യമ്പ്യാരെന്നുള്ള നിന്റെ ആ വിളിയുടെ സ്നേഹത്തിന് പകരം തരാൻ എന്റെ ഒന്നുമില്ലടാ. വലിയ പേര് മരിച്ചു. സർട്ടിഫിക്കറ്റ്. വലിയ നമ്പ്യാരെ കൊന്നു അല്ലേ? തന്റെ ബുദ്ധി ഭയങ്കരാണല്ലോ. ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഒരു ചെറിയ സൂത്രപ്പണിയാ, ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ദാ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, മരണകാരണം ഹാർട്ട് അറ്റാക്ക്. വേറെങ്കിലും ഇതിങ്ങനെ വിളമ്പാതിരിക്കാനുള്ള ബുദ്ധിയൊക്കെ തനിക്കുണ്ടല്ലോ.
മതി മതി, അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. എഴുന്നേറ്റ് പോടാ. നേരെ നിൽക്കാറാവുമ്പോ പറയണം, നമുക്കൊന്നുകൂടെ ഒന്ന് മുട്ടണ്ടേ? വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇപ്പൊ അടിക്കടാ. വാ, ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. വേടാ. ഗുരുവായൂരപ്പ, കളപ്പറ്റ വേലായുധന വയ്യാത്ത കാലം വെച്ചാ ഒലിപ്പിൽ ഇറങ്ങി മരം പിടിക്കാൻ പോവുക. നമ്മൾ എത്ര പറഞ്ഞിട്ടോ കൂട്ടാക്കുന്നില്ല. കണ്ട പേടിയാണ് അത് കുത്തൊടുക്ക. ഇറങ്ങിയാ പിന്നെ പിടുത്തം കിട്ടൂല. ഇവൻ ഈ വയ്യാത്തോടത്ത് ഒന്ന് തരും. വേണ്ട വേലായുധ. കേളപ്പേട്ടൻ എന്തിനാ പേടിക്കുന്നത്? ഈ ഒഴുക്കിപ്പെട്ട് വേലായുധം ചാവൊന്നുമില്ല. ഭൂമിയിലേക്ക് പിറന്ന് വീഴുന്നതിന് മുമ്പ് എനിക്ക് അറിയാവുന്നല്ലേ ഈ പുഴയും ഇതിലെ ഒഴുക്കും. അല്ലടാ വാസുക്കുട്ട? ദൈവമേ, വേലായുധ, ആ എന്നെ എന്റെ അമ്മ നോക്കിക്കോളൂ. അമ്മതുക്ക വേലായുധ, ഹേയ്, ഇനി എന്നെ ഈ കരയിൽ കൊണ്ടുവന്നിട്ട പോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകാനാ ഇപ്പൊ വിളിക്കുന്നതെങ്കില് ആ വിളിക്കുന്നത് എന്റെ അമ്മയായിരിക്കും.